blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ഗുഡ് ഫ്രൈഡേ ദിവസത്തിലെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷാൽ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ സന്ദേശത്തിലേക്കും പ്രോഗ്രാമുകളിലേക്കും പോകുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ ഈ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് USA നിന്നുള്ള ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ രണ്ടാമത്തെ മകൻ്റെ ബർത്ത്ഡേ ഇന്നാണല്ലോ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ആ മകനെ ഞങ്ങളെല്ലാവരും ചേർന്ന് പ്രത്യേകിച്ച് അനുഗ്രഹിക്കുന്നു. തൻ്റെ 3 മക്കളുടെ വിവാഹം നടക്കട്ടെ, ജോലിയിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ, കുടുംബത്തെ മുഴുവൻ ആരോഗ്യത്താലും സകല നന്മകളാലും കർത്താവ് അനുഗ്രഹിക്കണമേ. സുരേഷിനും ഓമനയ്ക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സുരേഷിന് ബിസിനസ്സിൽ അനുഗ്രഹങ്ങൾ നൽകണമേ, സ്വന്തം ഭവനം നൽകണമേ, മകൻ്റെ വിദ്യാഭ്യാസത്തെയും ഭാവിയെയും ദൈവമേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോൾ അനുഗ്രഹിക്കുന്നു. സാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വന്തമായ ഒരു വീട് നൽകണമേ. തൻ്റെ ഭാര്യയ്ക്ക് ഇസ്രായേലിലേക്കുള്ള ജോബ് വിസ എത്രയും വേഗം അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊല്ലത്ത് നിന്നുള്ള ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദീർഘവർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളെ നൽകണമേ. കൂടാതെ കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ വിടുവിക്കണമേ. സഹോദരി ഗ്രേസി ബായുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാനും നല്ലൊരു ജോലി ലഭിക്കുവാനുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നത്തെ എല്ലാ സ്പോൺസേഴ്സിനും ഞങ്ങളുടെ നാമത്തിൽ ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിലേക്കും അനുഭവ സാക്ഷ്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോകാൻ പോവുകയാണ്. ഈ ഗുഡ് ഫ്രൈഡേ ദിവസത്തിൽ, അതിൻ്റെ മലയാളം പറഞ്ഞാൽ ദുഃഖവെള്ളിയല്ല, നല്ല വെള്ളിയാഴ്ച ദിവസത്തിൽ കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. എല്ലാറ്റിലുപരിയായി നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകിയ യേശുവിനോട് വളരെ അടുക്കുവാൻ ഇന്നത്തെ എപ്പിസോഡിൽ കേൾക്കുന്ന സന്ദേശത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുഭവങ്ങളിലൂടെയും എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുവിനെ ക്രൂശിൽ തൂക്കിക്കിടത്തിയത് നാം തറച്ച ആണികളല്ല, പകരം നമ്മോടുള്ള സ്നേഹമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ചെയ്ത ആ ത്യാഗത്തെ ഓർക്കുവാൻ ഗുഡ് ഫ്രൈഡേ സർവീസ് ഏപ്രിൽ 3-ാം തീയതി ദുഃഖവെള്ളിയാഴ്ച ദിനത്തിൽ കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്ററിൽ വെച്ച് ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പേര് താര മനോജ് എന്നാണ്. കഴിഞ്ഞ ദുഃഖവെള്ളിയാഴ്ച ഈ മകളുടെ ഈ അമ്മയും ഈ മകളുടെ അച്ചാച്ചനും കൂടി ആദ്യമായിട്ട് ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നിരുന്നു. ഈ ബ്ലെസ്സിംഗ് സെന്ററിൽ ആദ്യമായിട്ട് വന്നു. അന്ന് സർവീസ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഇത് വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. ഈ അമ്മച്ചിക്ക് ഒരു ദുഃഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മച്ചി പ്രാർത്ഥന ഇതായിരുന്നു, എൻ്റെ മകൾക്കൊരു കുഞ്ഞിനെ തരണം. കുഞ്ഞില്ലായിരുന്നു. 7 വർഷമായി ഈ മകളുടെ വിവാഹം കഴിഞ്ഞിട്ട്. ഈ മകൾക്ക് പ്രീ എക്കാപ്സിയ എന്ന് പറയുന്ന ഒരു രോഗമുണ്ടായിരുന്നു. കേട്ടിട്ട് പോലുമില്ല. ഈ രോഗത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ മകൾ പ്രഗ്നന്റ് ആയി 25 ആഴ്ച തികയുമ്പോൾ ഇവളുടെ ബ്ലഡ് പ്രഷർ വർദ്ധിക്കാൻ തുടങ്ങും. ബ്ലഡ് പ്രഷർ ഹൈ ആകുമ്പോഴേക്കും ഇവളുടെ കിഡ്നിയെയും അതുപോലെ അവയവങ്ങളെ സാരമായി ബാധിക്കാൻ തുടങ്ങും. ശരീരം മുഴുവൻ തടിച്ചു വീർക്കും, വോമിറ്റിംഗ് ആവും. ഈ കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല, ഒരു കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞു, നിനക്ക് കുഞ്ഞിനെ വഹിക്കാൻ പറ്റില്ല, ഈ രോഗത്തിന് ഒരു മരുന്ന് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുമില്ല. ഈ ലാസ്റ്റ് ടൈമിൽ ഈ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് 25 ആഴ്ച കഴിഞ്ഞ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിലൂടെ ദൈവദാസൻ ഇങ്ങനെ വിളിച്ചു പറയുന്നു, മകളെ, നിന്റെ രോഗം കർത്താവ് സൗഖ്യമാക്കിയതാ, നീ എന്തിനാവശ്യമില്ലാതെ ഭയപ്പെടുന്നേ. ആ വാക്കുകൾ പറഞ്ഞു. നിന്റെ രോഗം കർത്താവ് മാറ്റി, നിനക്ക് ഒരു പ്രശ്നവുമില്ല. 2 പ്രാവശ്യം നിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടതാ.
ഇനി നിന്റെ കുഞ്ഞ് നഷ്ടപ്പെടില്ല, നിന്റെ കുഞ്ഞ് പൂർണ്ണ ആരോഗ്യത്തോടെ നീ കുഞ്ഞിന് ജന്മം നൽകുമെന്ന് വിളിച്ചു പറഞ്ഞു. മകൾ പറഞ്ഞു വെച്ചാൽ എനിക്ക് ആ സമയത്ത് ഭയങ്കര പേടിയായിരുന്നു, ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് 2 ആവർത്തി കഴിഞ്ഞതാണ്. എന്നാൽ അത്ഭുതം എന്നുള്ളത്, ഇവൾക്ക് ഒരു പ്രശ്നം ഉണ്ടായില്ല, ഇവളുടെ പ്രഷർ വർദ്ധിച്ചില്ല. കറക്റ്റ് സമയം വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിന്റെ കുഞ്ഞ് പൂർണ്ണ വളർച്ച പ്രാപിച്ചിരിക്കുന്നു, ഇനി നിനക്ക് വേണമെങ്കിൽ കുഞ്ഞിന് ജന്മം നൽകാം. അങ്ങനെ ഒരു കുഞ്ഞ് പുറത്തു വന്നതായത്. എത്ര മാസമുണ്ട് ഈ കുഞ്ഞിന്? 6 മാസമായി. ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ? പേരെന്തിട്ടു? തരുൺ ഇമാനുവൽ ജോർജ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ദുഃഖത്തോടെ എന്താകും എന്ന് വിചാരിച്ചു വന്നെങ്കിൽ ഇന്ന് ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തെ കയ്യിലെടുത്തോണ്ട് വന്നിരിക്കുന്നു. ആത്മീയ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ബ്രദർ ഡാമിയിനോട് ഫോണിലൂടെ ചോദിക്കുവാനുള്ള ഒരു സുവർണാവസരം. ഏപ്രിൽ 7-ാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് 4 മുതൽ 6 വരെ മാത്രം. വിളിക്കേണ്ട നമ്പർ 0484 422 110. Jesus is standing here. ഇതാ യേശു കർത്താവ് ഇവിടെ നിൽക്കുമ്പോൾ He carries all the sins from Adam till the last baby who is going to born in this world. നോക്കുക, ആദം മുതൽ ഇനി ജനിക്കുവാനിരിക്കുന്നതിൽ ഏറ്റവും അവസാനം ജനിക്കുന്ന ശിശു വരെയുള്ളവരുടെ പാപങ്ങൾ യേശു വന്ന് ചുമന്നു. And he carried all our sins. അവൻ നമ്മുടെ പാപങ്ങളും അവൻ വഹിച്ചു. He carried all our sicknesses. നമ്മുടെ സകല രോഗങ്ങളും അവൻ വഹിച്ചു. He carried all our curses. അവൻ നമ്മുടെ സകല ശാപങ്ങളും അങ്ങ് He ചുമന്നൊഴിച്ചു. carried our death. അവൻ നമ്മുടെ കടങ്ങൾ അവൻ വഹിച്ചു. Hallelujah. Hallelujah. Hanging on the cross, he saw his mother standing there. നോക്കുക, കാൽവരി ക്രൂശിൽ കിടക്കുമ്പോൾ യേശു തന്റെ അമ്മയെ അരികിൽ കണ്ടു. And Jesus asked her that receive John as her son. യേശു ആ അമ്മയോട് പറഞ്ഞു, യോഹന്നാന് അവന് അമ്മയായിട്ട് കൊടുക്കുകയും അവളോട് യോഹന്നാനെ മകനായി സ്വീകരിക്കാനായി Even at ആവശ്യപ്പെട്ടു. that time he was mindful of his family, especially his mother. ഓർക്കുക, മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോലും തന്റെ കുടുംബാംഗങ്ങളുടെ ക്ഷേമത്തിന്റെ കാര്യത്തിൽ പോലും യേശു ക്രിസ്തു ശ്രദ്ധാലുവായിരുന്നു. Then Jesus cried with a loud cry and he gave his spirit to the Father. അതിനുശേഷം യേശു അത്യുച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് തന്റെ പ്രാണനെ ദൈവത്തിന്റെ കൈകളിൽ പരമേൽപ്പിച്ചു. When he was hanging on the cross, യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ a Roman soldier came. റോമൻ പടയാളികൾ അവന്റെ അടുക്കൽ And വന്നു. he pierced Jesus through the ribs. ഇതാ നോക്കൂ, യേശുവിന്റെ വിലാപ്പുറത്ത് അവൻ കുത്തി. The spear went into his heart.
ഇതാ നോക്കൂ, ആ കുന്തം യേശുവിന്റെ ഹൃദയത്തിനകത്തേക്ക് തുളഞ്ഞു കയറി. And the Bible says, ബൈബിൾ പറയുന്നു, blood came out. ഇതാ രക്തം അതിൽ നിന്ന് പുറത്തു വന്നു. And after that, അതിനുശേഷം water came out. വെള്ളവും പുറത്തേക്ക് വന്നു. There lived a wonderful couple in a place called Ontario in Canada. കാനഡയിൽ ഒന്റാറിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വളരെ നല്ല ഒരു ദമ്പതികൾ ഉണ്ടായിരുന്നു. And they had only one son and his name was Christy. അവർക്ക് ഒരൊറ്റ മകനെ ഉണ്ടായിരുന്നുള്ളൂ. അവന്റെ പേര് ക്രിസ്റ്റി He was എന്നായിരുന്നു. studying in a school. ആ കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുകയായിരുന്നു. And one day, as usual, the boy went to school. ഒരു ദിവസം പതിവ് പോലെ തന്നെ ആ ആൺകുട്ടി സ്കൂളിലേക്ക് പോയി. And after some time, the parents received a call. അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾക്ക് ഒരു ഫോൺ കോൾ ഉണ്ടായി. And the message was this: Christy met with an accident. മെസ്സേജ് സന്ദേശം ഇതായിരുന്നു, ക്രിസ്റ്റിക്ക് ഒരു അപകടം സംഭവിച്ചിരിക്കുന്നു. And the parents rushed to the spot. ആ മാതാപിതാക്കൾ വളരെ വേഗത്തിൽ സംഭവ സ്ഥലത്തേക്ക് There was an എത്തിച്ചേർന്നു. intersection of the streets near to the high school. അവിടെ ഒരു ആ ഹൈസ്കൂൾ അടുത്ത് വെച്ചിട്ട് ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു. And when they were approaching the junction, അവർ ആ ജംഗ്ഷനിൽ സമീപിച്ചപ്പോൾ they saw the flashing lights of police vans and ambulance. ആംബുലൻസിന്റെയും പോലീസ് വാഹനങ്ങളുടെയും ഫ്ലാഷ് ലൈറ്റുകൾ മിന്നുന്നത് അവർ കണ്ടു. When they reached the spot, അവർ ആ സംഭവ സ്ഥലത്ത് എത്തിയപ്പോൾ the first thing they saw was a pool, the largest pool of blood they had ever seen in their life. അവരുടെ ജീവിതത്തിൽ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത രക്തം തളം കെട്ടി കിടക്കുന്ന ഒരു കാഴ്ചയാണ് അവരപ്പോൾ കണ്ടത്. They started crying seeing the pool of blood of their own son. തങ്ങളുടെ സ്വന്തം മകന്റെ രക്തം തളം കെട്ടി കിടക്കുന്നത് കണ്ടപ്പോൾ അവരവിടെ വലിയ വായിൽ കരയാനായി തുടങ്ങി. They understood one thing. ഒരു കാര്യം അവർക്ക് മനസ്സിലായി. Their only son Christy had gone to be with his heavenly father. ഇതാ തങ്ങളുടെ ഒരേ ഒരു മകൻ ക്രിസ്റ്റി സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്ക് But പോയിരിക്കുന്നു. still when they looked at the pool of blood, എന്നാൽ ആ രക്തത്തിന്റെ ആ രക്തം അവർ കണ്ടുകൊണ്ടിരുന്നപ്പോൾ Christy's mother's first thought was somehow to go there and collect all the blood in some vessel and put it back on his body. ആ സമയത്ത് ആ ക്രിസ്റ്റിയുടെ അമ്മയ്ക്ക് തോന്നിയ വികാരം ഇതായിരുന്നു, എങ്ങനെയും ഈ നഷ്ടപ്പെട്ട ബ്ലഡ് രക്തമെല്ലാം ഒരു പാത്രത്തിൽ ശേഖരിച്ച് അതിനെ തന്റെ മകന്റെ ശരീരത്തിലേക്ക് തിരിച്ചയക്കാൻ സാധിച്ചിരുന്നെങ്കിൽ. Because it was his life. കാരണം ഈ കിടക്കുന്നത് അവന്റെ ജീവനാണ്. And when the father was looking, പിതാവ് ആ രക്തം കണ്ടുകൊണ്ടിരുന്നപ്പോൾ vehicles came, trucks came, cars came, and it ran over the blood. ഇതാ നോക്കൂ, വാഹനങ്ങൾ, കാറുകൾ, ട്രക്കുകൾ, ജീപ്പുകൾ എല്ലാം തന്റെ മകന്റെ ജീവരക്തത്തിന്റെ മുകളിലൂടെ സഞ്ചരിക്കുകയാണ്. He wanted to cry out, guys, you cannot run over my son's blood. ഇതാ താൻ അവിടെ കിടന്ന് ഉറക്കെ വലിയ വായിൽ കരയാണ്, പുരുഷന്മാരെ എന്റെ മോന്റെ രക്തത്തിന്റെ മേലെ കൂടെ വണ്ടി ഓടിക്കല്ലേ. That day this couple understood one thing. ആ ദിവസം ആ ദമ്പതികൾക്ക് ഒരു സത്യം മനസ്സിലായി. The strongest thing in life is blood. ജീവിതത്തിൽ ഏറ്റവും ശക്തിമത്തായ കാര്യം എന്നുള്ളത് രക്തമാണ്. And the heavenly father is using the strongest language to express his love for us, giving the blood, the life blood, his only begotten son. നോക്കുക, അതുകൊണ്ടാണ് സ്വർഗീയ പിതാവ് ഏറ്റവും ശക്തിമത്തായ കാര്യം, ഏറ്റവും ശക്തിമത്തായ ഭാഷയിൽ തൻ്റെ ഒരേ ഒരു പുത്രൻ, ഏകജാതനായ പുത്രന്റെ രക്തം നൽകിക്കൊണ്ട് അവൻ നമ്മോട് സംസാരിച്ചിരിക്കുന്നത്. How many of you will say thank you father? കൈകൾ ഉയർത്തിക്കൊണ്ട് എത്ര പേർ ഉറക്കെ പറയും, നന്ദി പിതാവേ. There is no strongest language than this. ഇതിനേക്കാൾ വലിയ ശക്തിമത്തായ ഒരു ഭാഷയിൽ ആർക്കും സംസാരിക്കാൻ There is സാധ്യമല്ല. a language of love towards us. ഈ നമ്മോടുള്ള ദൈവ സ്നേഹത്തിന്റെ ഭാഷയായിരുന്നു യേശുവിന്റെ രക്തം എന്നുള്ളത്. Then there came out water. ഇപ്പോൾ നോക്കൂ, യേശുവിൽ നിന്ന് ഒടുവിലായി വെള്ളം പുറത്തേക്ക് വന്നു. Water represents the word of God. വെള്ളം വചനത്തെ, ദൈവ വചനത്തെയാണ് കാണിക്കുന്നത്. So from his side 2 rivers are flowing. ഇതാ അവന്റെ ഭാഗത്തു നിന്ന് 2 നദികൾ പുറത്തേക്ക് ഒഴുകുകയാണ്. One is the
river of blood. ഒന്ന് രക്തത്തിന്റെ നദി. One is the river of the word of God. രണ്ടാമതായി വെള്ളം അഥവാ ദൈവവചനത്തിന്റെ നദി. Hallelujah. Hallelujah. The river of blood is redeeming us. ഓർക്കുക, യേശുവിന്റെ രക്തത്തിന്റെ നദി അത് നമ്മെ വീണ്ടെടുക്കുവാനായിട്ടുള്ളതാണ്. The river of that water is cleansing us. എന്നാൽ യേശുവിന്റെ വെള്ളം അത് വചനത്തിന്റെ നദി എന്നുള്ളത് നമ്മെ ശുദ്ധിയാക്കുവാനായിട്ടുള്ളതാണ്. As a whole, a salvation river is flowing from the side of Jesus. നോക്കുക, മൊത്തത്തിൽ യേശുവിൽ നിന്ന് രക്ഷയുടെ നദിയുടെ പുറത്തേക്ക് ഒഴുകുകയാണ്. A river of healing is flowing from Jesus. യേശുവിൽ നിന്ന് സൗഖ്യത്തിന്റെ നദി പുറത്തേക്ക് ഒഴുകുന്നു. Somebody say hallelujah. കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറയാമോ ദൈവമക്കളെ? The river of life is flowing from his side. ഓ, തന്റെ ഒരു ഭാഗത്ത് നിന്ന് ജീവൻ നദി ഒഴുകുന്നു. Hallelujah. Hallelujah. Can I tell you something? ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. This river is flowing century after century into all generations and into all nations. ഓർക്കുക, ഈ നദിയുടെ ഒഴുക്ക് ഇന്നുവരെ നിലച്ചിട്ടില്ല. തലമുറകൾ പലതും മാറി വന്നിട്ട് അനേക തലമുറകളിലൂടെ, അനേക രാജ്യങ്ങളിലൂടെ, അനേക ജനതകളിലൂടെ ഇതാ ഈ നദി ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Lift your hands and receive blessings, healing, salvation, deliverance, freedom from the rivers that are flowing from Jesus' side. രണ്ട് കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ഒഴുകി വന്ന ജീവന്റെ നദിക്കായി, രോഗസൗഖ്യത്തിന്റെ നദിക്കായി, വീണ്ടെടുപ്പിന്റെ നദിക്കായി, രക്ഷയുടെ നദിക്കായി കൈകൾ ഉയർത്തി ഉറക്കെ യേശുവേ എന്ന് വിളിച്ച് നന്ദി പറയാമോ? In my spirit I see curses being broken because of the river that is flowing. ഇപ്പോൾ ഇത് ഒഴുകുന്ന നദിയിൽ നിന്ന് എന്റെ ആത്മാവിൽ ഞാൻ ഒരു കാഴ്ച കാണുന്നു. ജനങ്ങളുടെ ഇടയിലെ ശാപങ്ങൾ ഇത് മുറിഞ്ഞു മാറുകയാണ്.
നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന് ഈ സമയത്ത് കർത്താവിനോട് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയുടെ സന്നിധിയിൽ വരുന്നു. ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് മരിച്ചു കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് അടക്കപ്പെട്ടു, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഉയർത്തെഴുന്നേറ്റല്ലോ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കുന്നല്ലോ. ഈ സമയത്ത് പാപജീവിതം ഉപേക്ഷിച്ച് വിശുദ്ധിയിൽ യേശുവിന് വേണ്ടി ജീവിക്കുവാൻ, ഇതുപോലെ ചരിത്രത്തിൽ ജീവിച്ച വേറൊരു വ്യക്തിയില്ല, നേതാവില്ല, രക്ഷകനില്ല. ആ യേശുവിന് വേണ്ടി ഹൃദയം കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം: യേശുവേ, അങ്ങനെക്ക് വേണ്ടി മരിച്ചു, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ബലിയായി. എൻ്റെ പാപങ്ങളെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. നല്ലൊരു ജീവിതം ജീവിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് എൻ്റെ രക്ഷകനായി, എൻ്റെ നാഥനായി, കർത്താവായി അങ്ങേ സ്വീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. രോഗികൾക്ക് വേണ്ടി ഞാൻ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവെ, ഈ ദിവസം, ഈ പ്രത്യേക ദിവസം രോഗികളെ അങ്ങ് സൗഖ്യമാക്കണമേ. സകലവിധ രോഗങ്ങളും സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. ഡയബറ്റീസ് വർദ്ധിച്ച് പ്രമേഹ രോഗം മൂലം ശരീരത്തിൽ ഉണങ്ങാത്ത മുറിവുകളുള്ള ചില വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കിയ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ജീസസ്. സകല രീതിയിലുള്ള ക്യാൻസറുകളും സൗഖ്യമാകുന്നു. അതുപോലെ മാനസികമായ രോഗങ്ങൾ, പ്രയാസങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അതെല്ലാം സൗഖ്യമാകട്ടെ. മാനസിക രോഗത്തിന് തുടർച്ചയായി മരുന്ന് കഴിക്കുന്ന ചിലരെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഉറങ്ങാൻ കഴിയാത്ത പലരെയും കർത്താവ് സൗഖ്യമാക്കും. അവർക്ക് നല്ല ഉറക്കം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. മനസാക്ഷിയിൽ ഒരു വലിയ ഒരു സമാധാനം കർത്താവ് നൽകുകയാണ്. കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ എല്ലാവരും ചേർത്തിപ്പോൾ അനുഗ്രഹിച്ചിരിക്കുന്നു. താങ്ക് യു ഫാദർ. താങ്ക് യു ജീസസ്. നിങ്ങൾ ഏത് രോഗമാണെങ്കിലും ഇപ്പോൾ സൗഖ്യത്തെ സ്വീകരിക്കുക. ഹാർട്ടിൻ്റെ തകരാറുകൾ, ആന്തരാവയവങ്ങളിലുള്ള പലവിധ തകരാറുകൾ സൗഖ്യമാകട്ടെ. ആർത്രൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ജോയിൻറ്റുകളിലുള്ള വേദനകൾ മാറട്ടെ. താങ്ക് യു ലോർഡ്. ഏത് രീതിയിലുള്ള രോഗമാണെങ്കിലും ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കാൻ ആഗ്രഹിക്കുന്നു. വിടുതലുകൾ ഉണ്ടാകട്ടെ. ഇൻ ജീസസ് നെയിം വിടുതലുകൾ സംഭവിക്കുക. ട്രീസ എന്നു പേരുള്ള ഒരു സഹോദരിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് യൂട്രസ് സംബന്ധമായ ചില തകരാറുകളെ കർത്താവ് മാറ്റുന്നു. കാലിൽ നീരു കൂടെ ഉണ്ട് ആ സഹോദരിക്ക്. യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതലുകൾ നൽകണമേ. ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും ഇപ്പോൾ ഉള്ളിൽ വിശ്വസിക്കുക, യേശു എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു. കർത്താവ് തിരുനാമത്തിൽ ഇപ്പോൾ അതിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നടക്കുന്ന ഗുഡ് ഫ്രൈഡേ സർവീസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ വീട്ടിൽ വന്ന്, നിങ്ങളുടെ അടുത്ത് വന്ന്, എവിടെയാണ് അവിടെ വന്ന് ഞാൻ ക്ഷണിക്കുകയാണ്. കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിലേക്കും അതുപോലെ കൊച്ചിയിലെ ബ്ലെസ്സിങ് സെൻറ്ററിൽ നിന്നും തത്സമയ സംപ്രേഷണത്തിലൂടെ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ ഇന്നത്തെ സന്ദേശം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററിൽ എവിടെയാണ് നിങ്ങൾക്ക് അടുത്തുള്ളത് അവിടേക്ക് ഓടിച്ചെല്ലുക. കർത്താവ് ധാരാളമായി ഇന്ന് അനുഗ്രഹിക്കും എന്ന് മാത്രമല്ല, വരുമ്പോൾ എൻ്റെ പ്രാർത്ഥന ഡയറി അല്ലെങ്കിൽ മൈ പ്രേയർ ഡയറി, അതുപോലെ ആശിഷുമാരി, നമ്മുടെ സോങ് ബുക്ക്, സെർമൺ നോട്ട് കീപ്പർ, അതുപോലെ വിന്നേഴ്സ് ഫാക്ട് തുടങ്ങിയ പുസ്തകങ്ങൾ, CD-കൾ ഇതെല്ലാം വാങ്ങുവാനുള്ള അവസരമുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച നമുക്ക് വീണ്ടും കാണാം. കൂടാതെ ഞായറാഴ്ചകളിൽ എല്ലാ ബ്ലെസ്സിങ് സെൻറ്ററുകളിലും പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രയർ, വചന ശുശ്രൂഷ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞായറാഴ്ചകളിലും തുടർച്ചയായി ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ വരിക. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച വീണ്ടും ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് കാണാം. അതുവരെ കർത്താവ് എല്ലാവരും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.